ഹലോ ഗൈസ്, ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഇന്ന് ജോലിക്കൊന്നും പോയില്ല. അതുകൊണ്ട് നമ്മളെ ഇവിടെ പശുവിനെ നമ്മളെ വയലിൽ കെട്ടിയിട്ടുണ്ട്. അതിനെ ഒന്ന് കഴിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയാട്ടോ ഇവിടെ. ഇന്ന് ചൊവ്വാഴ്ച നല്ല മഴയും 1 മണിക്കൂർ കനത്ത് പെയ്തായിരുന്നു മഴ. അപ്പോൾ നമ്മളെ ഇവിടെയെല്ലാം വെള്ളം അത്യാവശ്യമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, ഇന്ന് മഴ പെയ്തുകൊണ്ട് ഇത്രയും വെള്ളം വയലിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ. അതെല്ലാം വെള്ളമില്ലാണ്ട് ഇരുന്ന സ്ഥലം. അത് ഇവിടുന്ന് വെള്ളം തീരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് 1 മണിക്കൂർ കനത്ത് പെയ്ത മഴ, അതിനായി ഈ വെള്ളം തെച്ചും വന്നിട്ടാണ്. നമുക്ക് പശു ഇപ്പോഴെ അമ്മയുടെ കണ്ട് കെട്ടിയിട്ടുണ്ട്. എവിടെയാണെന്ന് ശരിക്കും അറിയില്ല കേട്ടോ. ഒരു ചെറിയൊരു പാലമുണ്ട്. എന്താ ഈ ചെറിയ തോട്ടിലെല്ലാം വെള്ളം പറ്റിയതാണ്. ഈ തോട്ടിലെല്ലാം വെള്ളം കണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല മീനുണ്ടാവില്ല കേട്ടോ. നമുക്ക് മീനുണ്ടോ നോക്കാം. തണുത്ത വെള്ളം വന്നതുകൊണ്ട് ചിലപ്പോൾ മീനെല്ലാം പെട്ടെന്ന് കയറി വരും. അതെല്ലാം വറ്റി വരേണ്ട സ്ഥലമാണ്. എന്നാൽ ഇത്ര നല്ല മഴയത്ത് ഇത്രയും വെള്ളം കയറിയൊന്നും സംഭവം കേട്ടോ. ഇവിടെ മീനൊന്നും കാണുന്നില്ല. ഇന്നലെ തീരെ വെള്ളം ഉണ്ടായിട്ടില്ല. 2 ദിവസം മുമ്പല്ലേ ഞാൻ വരുമ്പോൾ തീരെ വെള്ളം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ആ മഴക്കാന്ന് മൊത്തം വെള്ളം കയറി കേട്ടോ. ആദ്യം പശുവിന് പോയി നോക്കാം, എവിടെയാണെന്ന് അറിയില്ലല്ലോ. ഞാൻ കുറേ ഇങ്ങോട്ടെല്ലാം വന്നിട്ട് ഇവിടെ വരൽ കുറവാണ്. വയലിലൊന്നും കാണുന്നില്ലല്ലോ. അങ്ങ് അവിടെ ഉണ്ട് കേട്ടോ. വേറെ സംഭവം ഞാൻ കാണിച്ചുതരാം. ഒരു വിദേശ പക്ഷിയുണ്ട്, വലിയ കൊക്ക്. നമ്മുടെ നാടൻ കൊക്കല്ല കേട്ടോ അത് പുറത്തുനിന്ന് വന്ന കൊക്കാണ്. ഒന്ന് പറന്നുപോയി. വേറൊരു 3 എണ്ണം കൂടി ഉണ്ട് കേട്ടോ. കാണുന്നുണ്ടാവുമെന്ന് അറിയില്ല. അവരടക്കട്ടെ, നമുക്ക് പശുവിൻ്റെ പുറകെ പോവാം. കണ്ട വയലിൽ വെള്ളം കണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞില്ല 1 മണിക്കൂർ കനത്ത പെയ്ത മഴയായതുകൊണ്ട് ഇത്രയും വെള്ളം ഇട്ടാണ്. ഇവിടെ ശരിക്കും തീരെ വെള്ളം ഉണ്ടായിട്ടില്ല. ഒന്നും വറ്റി വരേണ്ട സ്ഥലമായിരുന്നു. എന്താ ആ മഴേൻ്റെ ഇത് കൊണ്ട് നോക്കി ഇത്ര പെട്ടെന്ന് വെള്ളം ഇത്രയായെന്ന് അറിയാം. നമുക്ക് 3 പശു ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോരോ സ്ഥലത്ത് ഉണ്ടാൽ അതെല്ലാം കഴിച്ചിട്ട് അങ്ങനെ തെളിച്ച് പോകണം. പിന്നെ ഇവിടെ എല്ലാം വെള്ളം ഉണ്ട് കേട്ടോ. അത്രയും വലിയ മഴ പെയ്ത്. ഞാൻ നല്ല ഉറക്കമായിരുന്നു. ഉറക്കം കഴിഞ്ഞ് വരുന്നപ്പോൾ അമ്മ പറഞ്ഞ് നല്ല മഴ പെയ്തായിരുന്നു. നല്ല ഉറങ്ങിയിട്ട് മഴ പെയ്തൊന്നും അറിഞ്ഞില്ല. ഇവിടെ ഒരു ചെറിയൊരു പാലമുണ്ട് കേട്ടോ. ഇതുവഴി വരാമെന്ന് ചോദിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ, ഫുള്ള് കാടാണ്. അതെല്ലാം പണ്ട് കാലത്ത് ഇതിലൂടെല്ലാം നടന്നിട്ട് പോകുന്ന വഴിയാണ്. ഇതെല്ലാം നടപ്പാതെയാണ്. ഇപ്പോൾ ആരും അങ്ങനെ പോകാറില്ല. ഇത് നമ്മളെ സുന്ദരീൻ്റെ മോള്. ചെരുപ്പലിടെ വെച്ചിട്ട് മെല്ലെ ചളിയിലേക്ക് ഇറങ്ങാം. അപ്പോൾ അവളവിടെ കഴിച്ചിളക്കിയിട്ടുണ്ട്. മറ്റവരെ തെരഞ്ഞു പോവാ. ഇതെല്ലാം മുമ്പത്തെ നടപ്പാതെ കേട്ടോ. ഇപ്പോൾ ആരും പോകാറില്ല. എല്ലാവർക്കും വണ്ടി കാര്യമെല്ലാം ആയതുകൊണ്ട് ആണല്ലേ. അല്ല ആൾക്കാർ പോകാണ്ട് കാട് പിടിച്ചേട്ടാ. ശരിക്ക് പൂത്തൻകുട്ടൻ ഉണ്ടായിരുന്നു. ഒരാൾ അവിടെ ഉണ്ട്. നമ്മളെ കറമ്പിയുണ്ട് കേട്ടോ. ഇത് നമ്മളെ കറമ്പിയാണ്.
ഇത് നമ്മളെ കറമ്പി. ഇനി ഒരാളെ കൂടി ഉണ്ട്, ഒരാൾ അങ്ങ് അപ്പുറം ഉണ്ട് കേട്ടോ. സുന്ദരി എന്ന് പറയുന്ന ആൾ. ഞാൻ നേരത്തെ കഴിച്ചത് സുന്ദരീൻ്റെ മോളാണ്. എൻ്റെ പൊന്നെ കണ്ടോ, ഇത്രയും താണുണ്ട്, കാല് ഇത്രയും താണു. എൻ്റെ പൊന്നെ, അയ്യോ എങ്ങനെയുണ്ട് സ്ഥലം? സൂപ്പറല്ലേ? ആൾക്ക് പോലടി കഴിക്കട്ടെ. പുള്ളിക്കാരത്തി ഓടുക. ഇവിടെ ഓടി. എനിക്കാർക്കും മൂക്കിൽ കയറില്ലതുകൊണ്ട് പിടിച്ചാൽ നിൽക്കില്ല. കേസ് ഒന്ന് കഴിക്കട്ടെ. അവിടെ 2-3 പോത്തുണ്ട് കേട്ടോ, കാണുന്നുണ്ടോ? നിങ്ങൾ പോത്തിൻ്റെ ജകളിയാണ് ഉണ്ടോ, താവുന്നുണ്ട്. അങ്ങനെ ഇത്രയും താഴ്ചയുണ്ട്. കൊക്കിനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം വിദേശ കൊക്കാട്ടാ, നമ്മളെ നാടൻ പണിക്കാരൊന്നും ഇല്ലാരും, എല്ലാം പ്രവാസികളാണ്. ഈ വിദേശ കൊക്ക് വന്നുകൊണ്ട് ഇപ്പോൾ ഒറ്റ അട്ടയില്ല കേട്ടോ. അല്ല മുമ്പെല്ലാം അട്ടനെ പിടിച്ച് നല്ല ഫ്രീ ആക്കലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു അട്ടനെ പോലും കാണാറില്ല. ഇത് സുന്ദരിയുടെ അമ്മ കേട്ടോ. നമ്മളെ സുന്ദരി ഇവളമ്മേനെ കൊടുത്തു. ഇവളമ്മേനെ നല്ല പ്രായം ഉണ്ടായിരുന്നു. അമ്മേനെ കൊടുത്ത് മോളെ വെച്ചു. ഇവളിപ്പം പ്രസവിച്ചിട്ട് മോള് എന്തോ അസുഖം വന്ന് പെട്ടെന്ന് മരിച്ചു പോയിട്ട്. ഞാൻ ഇവിടെ നിന്ന് കഴിക്കട്ടെ. ആർക്കും മൂക്കിൽ കയറിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ഓട്ടം ജാസ്തിയാണ്. ഇപ്പോൾ ആരും കറവൊന്നുമില്ല. 2-3 ദിവസം കഴിയുമ്പോൾ ഇവള് പ്രസവിക്കും. അത് കഴിഞ്ഞാൽ ഓള് പ്രസവിക്കും. അത് കഴിഞ്ഞ് നമ്മളെ കറമ്പി പ്രസവിക്കും. അപ്പോൾ വഴിക്കുമ്പോഴേ എല്ലാവരും പ്രസവിക്കും. അപ്പോൾ ഇപ്പം പാല് പുറത്തുനിന്ന് മണിക്കലാണ്. അവരങ്ങ് തോട്ടിലേ പോകട്ടാ. ഞാൻ കറമ്പിയെ പോയി നോക്കട്ടെ. അടേ എൻ്റെ ചെരുപ്പ് ഇട്ടിട്ട് വരട്ടെ. ഇവിടെ സ്ഥലമല്ലേ? ചളിയിലെ തീരെ മടിയില്ലാത്ത കാര്യമാട്ടെ. എനിക്ക് വല്ല ഇഷ്ടമാണ് ചളിയിൽ അങ്ങനെ കളിക്കാൻ. ചളിയിൽ എങ്ങനെ വേണമെങ്കിൽ ഞാൻ ഇവിടുന്ന് ഓടുവോ ചാടുവോ എന്തെങ്കിലും ചെയ്യും. ഇത് പോത്ത് കടന്ന സ്ഥലമാട്ടാ. പോത്ത് കടന്നിട്ടിങ്ങനെ കുണ്ടായ സ്ഥലമാണ്. പോത്ത് കെട്ടിയാൽ ഇവർക്ക് ചളിയിൽ മാത്രമല്ല ഇവർക്ക് കൂടുതൽ ഇഷ്ടം. അതിൽ കുണ്ടായതാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ആ മഴ നല്ല മഴയായിരുന്നു ഒന്നല്ല കേട്ടോ. ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. ഇത് നമ്മുടെ പറമ്പാണ്. അത്യാവശ്യം തേങ്ങയും അത്യാവശ്യം അടക്കലും ഉണ്ടാകലുണ്ട്. ഇപ്പോൾ കുറേ പണിയൊന്നും എടുക്കാത്തത്. അവരങ്ങോട്ട് ഓടിയിട്ടാ. അതിലേ ഇറങ്ങാൻ പറ്റില്ല. ഇങ്ങോട്ട് തന്നെ ഓടിക്കുക. ഈ പാലന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് വീട്ടിൽ. ഇപ്പോൾ അതൊന്നും കാണിക്കാൻ ടൈമില്ല. ഇവർ 4 വരെ ഓടുകയാണ്.
പട്ടി. അടി അടി ആ തോട്ടിലേക്ക് അങ്ങ് പോയാൽ ഒരിക്കങ്ങ് അപ്പുറത്താൻ പറ്റും. നടക്ക. ഒരു വാഴ എന്നാൽ പിന്നെ വിളിക്ക. ഞാൻ പറഞ്ഞ വേറെ കുർത്തക്കട്ടെ ഇവക്ക് പെട്ടെന്നൊന്നും വരില്ല. അടി അടി ആ കണക്കായി. ചലിക്കറാ ഓടി. ഹാ തിരക്കോട്ടം തന്നെ. ഓളെല്ലാം കാണിച്ചു കൊടുക്കുന്നത് റൂട്ടെല്ലാം. അപ്പോൾ ഓക്കെ, ചെറിയൊരു വീഡിയോ സപ്പോർട്ട് ചെയ്യുക.